Hi everybody, VAC Value Added Courses for Science. Paper name is Framing Values, Literary and Cultural Narratives for Science. So today in this paper we are going to discuss the chapter A Fable for Tomorrow. A Fable for Tomorrow is a beautiful opening session in the famous notable book Silent Spring, and that was published in 1962. 1962 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ബുക്കായ സൈലൻറ്റ് സ്പ്രിംഗ്, അതിലുള്ള ഒരു ഓപ്പണിംഗ് സെഷനാണ് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി ആരാണ് ഈ ബുക്ക് എഴുതിയിട്ടുള്ളത്? ദ ബുക്ക് വാസ് റിട്ടൺ ബൈ റേച്ചൽ കാഴ്സൺ. അവരെന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ബയോളജിസ്റ്റാണ്, അമേരിക്കൻ റൈറ്ററാണ്. സോ അവർ എഴുതിയിട്ടുള്ള ഒരു പുസ്തകം, അതിൻ്റെ ഒരു ഓപ്പണിംഗ് സെഷനാണ് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ. സോ എന്തൊക്കെയാണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ നൗ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ. Okay, now let's discuss the chapter. നോക്കാം. Beginning, a beautiful town. Carson starts with an imaginary American town that is full of life and beauty. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ഇമാജിനറി അമേരിക്കൻ ടൗൺ, അതായത് സങ്കല്പത്തിലുള്ള ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു അമേരിക്കൻ ടൗൺ അതിനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ. കാഴ്സൺ സ്റ്റാർട്ട്സ് വിത്ത് ആൻ ഇമാജിനറി അമേരിക്കൻ ടൗൺ ദാറ്റ് ഈസ് ഫുൾ ഓഫ് ലൈഫ് ആൻഡ് ബ്യൂട്ടി. അപ്പോൾ അത് ഫുള്ളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ജീവൻ തുളുമ്പുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൗൺ, അമേരിക്കൻ ടൗൺ. ദ ഫാംസ് ആർ ഫെർട്ടൈൽ, ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ് ബ്ലൂം, ബേർഡ്സ് സിങ്, ഫിഷ് സ്വിം ഇൻ സ്ട്രീംസ് ആൻഡ് പീപ്പിൾ ലിവ് ഹാപ്പിലി. അപ്പോൾ ആ ഒരു ടൗൺ എന്ന് പറയുന്നത് ഒത്തിരി ഫാമും അതുപോലെ തന്നെ കൃഷിയും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ ഫലഭൂയിഷ്ടമായി ഉണ്ടായി. അതുപോലെ തന്നെ ഒത്തിരി മരങ്ങളും പൂക്കളും ഒക്കെ നിറഞ്ഞ് വിരിഞ്ഞ് നിൽക്കുന്ന, പക്ഷികൾ പാട്ടുപാടുന്ന, മീനുകൾ നീന്തി തുടിക്കുന്ന, അരുവികളൊക്കെയുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു സന്തോഷം, എങ്ങും സന്തോഷം മാത്രം നിൽക്കുന്ന, കാണാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അമേരിക്കൻ ടൗൺ. എവ്രിതിങ് ഇൻ നേച്ചർ ഈസ് ഇൻ ബാലൻസ് ആൻഡ് ഹാർമണി. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവിടെയുള്ള ആ നേച്ചറിലും ആ എൻവയോൺമെൻറ്റിലും എല്ലാതും എന്താണ്, ബാലൻസ്ഡ് ആണ്, ഒരു ഹാർമണിയോട് കൂടിയിട്ടാണ്, പരസ്പരം ഒരു ബാലൻസോട് കൂടി, ഒരു ഹാർമണിയോട് കൂടിയിട്ട് പോകുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയുള്ളൊരു പ്ലേസ്. ദ സഡൻ ചേഞ്ച്, എ സ്ട്രേഞ്ച് സിക്നെസ് ഓർ ബ്ലൈറ്റ് സഡൻലി അപ്പിയേഴ്സ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ അവിടെ ഒരു സ്ട്രേഞ്ച് ആയുള്ളൊരു അസുഖം വരികയാണ്, അതല്ലെങ്കിൽ ഒരു ബ്ലൈറ്റ്. ഈ ബ്ലൈറ്റ് എന്നൊക്കെ പറയുന്നത് നാശം, ഒരു നാശഹേതു എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഒരു പ്രോബ്ലം അങ്ങോട്ടേക്ക് വരികയാണ്. ക്രോപ്സ് ഡു നോട്ട് ഗ്രോ, അപ്പോൾ അവിടെയുള്ള വിളകളൊന്നും വളരാതെ ആവുന്നു. അതുപോലെ തന്നെ ട്രീസ് സ്റ്റോപ്പ് ബിയറിങ് ഫ്രൂട്ട്, മരങ്ങളിലൊന്നും കായ്കൾ, ഫ്രൂട്ട്സ് ഇല്ലാതാവുന്നു. അതുപോലെ തന്നെ ആൻഡ് കാറ്റിൽസ് ബിക്കം വീക്ക്, അവിടെയുള്ള കന്നുകാലികളൊക്കെ വളരെയധികം ദുർബലരാകുന്നു, ക്ഷീണിക്കുന്നു. ബേർഡ്സ് വാനിഷ് ഫ്രം ദ സ്കൈ, ആകാശത്തു നിന്നും പക്ഷികളൊക്കെ മാഞ്ഞു പോകുന്നു. സ്ട്രീംസ് ബിക്കം ലൈഫ്ലെസ്, അവിടെയുള്ള അരുവികളൊക്കെ ലൈഫ്ലെസ് ആയിട്ട് മാറുന്നു. ആൻഡ് സൈലൻസ് റീപ്ലേസസ് ദ വൺസ് ലൈവ്ലി എൻവയോൺമെൻറ്റ്, എങ്ങും സൈലൻസ് മാത്രം, നിശബ്ദത മാത്രം. ചിൽഡ്രൻ ഫാൾ ഇൽ, കുട്ടികൾക്കൊക്കെ അസുഖം വരുന്നു. ആൻഡ് ഈവൻ അഡൾട്ട്സ് സഫർ ഫ്രം സ്ട്രേഞ്ച് ഡിസീസസ്, കുട്ടികൾ പോട്ടെ, മുതിർന്ന ആൾക്കാർ വരെ സ്ട്രേഞ്ച് ഡിസീസ് കാരണം ഒത്തിരി അനുഭവിക്കുന്നു. ദ റീസൺ ഫോർ ദ ഡിസാസ്റ്റർ, Carson explains that this disaster is not caused by nature itself but by humans. കാഴ്സൺ പറയുകയാണ്, ഈ ഒരു വന്ന നാശം, അതല്ലെങ്കിൽ ഈ ഒരു വന്ന അസുഖം, അതല്ലെങ്കിൽ ഈ ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഈസ് നോട്ട് കോസ്ഡ് ബൈ നേച്ചർ ഇറ്റ് സെൽഫ്, പ്രകൃതി അല്ല അതിന് കാരണം, പിന്നെ ആരാണ്, ബട്ട് ബൈ ഹ്യൂമൻസ്, മനുഷ്യന്മാർ തന്നെയാണ് എന്ന് പറയുകയാണ്. ദ യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് പോയിസൺസ് ദ എൻവയോൺമെൻറ്റ്. അപ്പോൾ മനുഷ്യർ ഉപയോഗിക്കുന്ന കൃഷിയിലും അവിടെ ഇവിടെയൊക്കെ ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ്സ്, കീടനാശിനികൾ, അപ്പോൾ പോയിസണസ് ആയിട്ടുള്ള ആ കീടനാശിനികൾ, അവയാണ് ഇത്തരം ഒരു അവസ്ഥ വരുത്തി വെച്ചത് എന്ന് പറയുകയാണ്. സോയിൽ, വാട്ടർ, പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഫൈനലി ഹ്യൂമൻസ് ഓൾ ഗെറ്റ് അഫക്റ്റഡ്. മണ്ണും വെള്ളവും സസ്യങ്ങളും ജന്തുക്കളും അതുപോലെ തന്നെ ഏറ്റവും അവസാനം മനുഷ്യർ വരെ അത് ബാധിക്കപ്പെട്ടു എന്ന് പറയുകയാണ്. വാട്ട് ഹ്യൂമൻസ് തോട്ട് വാസ് പ്രോഗ്രസ് ആക്ച്വലി ബ്രിങ്സ് ഡിസ്ട്രക്ഷൻ. സോ നല്ലതിന്, പ്രോഫിറ്റിന് വേണ്ടിയിട്ട്, പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടൊക്കെ മനുഷ്യൻ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് ടോട്ടൽ ഡിസ്ട്രക്ഷൻ വരുത്തി വയ്ക്കുകയാണ് എന്ന് പറയുകയാണ്. സിംബോളിസം ഓഫ് ദ ഫേബിൾ.
ദ സ്റ്റോറി ഈസ് നോട്ട് അബൌട്ട് എ സിംഗിൾ ടൗൺ. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ പറയുന്ന ഈ ഒരു ടൗൺ എന്ന് പറയുന്നത് അതൊരു സിമ്പിളാണ്, നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ദ സ്റ്റോറി ഈസ് നോട്ട് അബൌട്ട് എ സിംഗിൾ ടൗൺ. അത് ഈ ഒരു കഥ എന്ന് പറയുന്നത് ആ സിംഗിൾ ടൗണിനെ കുറിച്ച് പറയുന്നൊരു സംഭവം മാത്രമല്ല. ബട്ട് കുഡ് ബി എനി ടൗൺ. അത് ഏത് ടൗണും ആകാം. കാരണം ഇന്ന് നമ്മുടെ ലോകത്ത് സൊസൈറ്റിയിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ കീടനാശിനികളും പെസ്റ്റിസൈഡ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് പ്രകൃതിയെ തന്നെ അങ്ങനെ മനുഷ്യരെ തന്നെ ഇല്ലാണ്ടാക്കും എന്നുള്ള ഒരു ഫൈനൽ അൾട്ടിമേറ്റ് സാധനത്തിലേക്ക് അത് വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഈ ഒരു കഥ പറയുന്നത് ആ ഒരു സിംഗിൾ ടൗണിനെ കുറിച്ചല്ല, അതിനെക്കുറിച്ച് മാത്രമല്ല എന്ന് പറയുകയാണ്. ആ ടൗൺ എവിടുത്തെ ടൗണും ആകാം, ഈ ലോകത്തിലുള്ള ഏത് മുക്കും മൂലയും ആകാം എന്ന് പറയും, ഒരു സിമ്പിളായിട്ട് പറയുകയാണ്. ഇറ്റ് റെപ്രസെൻറ്റ്സ് വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഹ്യൂമൻസ് കണ്ടിന്യൂ ടു മിസ്യൂസ് ടെക്നോളജി ആൻഡ് കെമിക്കൽസ് വിത്തൗട്ട് കെയർ ഫോർ നേച്ചർ. അതായത് പ്രകൃതിയെ ശ്രദ്ധിക്കാതെ, പ്രകൃതിയെ കെയർ ചെയ്യാതെ മനുഷ്യർ ഈ പറയുന്ന ടെക്നോളജിയും അതുപോലെ തന്നെ കെമിക്കൽസും ഒക്കെ മിസ്യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ വരാൻ പോകുന്നൊരു വിപത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ദ വാർണിംഗ്. കാഴ്സൺ ഗീവ്സ് ദിസ് ഫേബിൾ ആസ് എ വാർണിംഗ്, നോട്ട് ജസ്റ്റ് എ സ്റ്റോറി. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു കഥ പറഞ്ഞു പോകുക എന്നുള്ളതല്ല കാഴ്സൺ ഉദ്ദേശിക്കുന്നത്, നേരെ മറിച്ച് ഒരു വാർണിംഗ്, ഒരു മുന്നറിയിപ്പ് മനുഷ്യർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഷീ വാണ്ട്സ് റീഡേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡേഞ്ചേഴ്സ് ഓഫ് ബ്ലൈൻഡ്ലി യൂസിങ് പെസ്റ്റിസൈഡ്സ്. ഇത്തരം പെസ്റ്റിസൈഡ്സുകളൊക്കെ അന്ധമായിട്ട് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ തൽക്ഷണമായിട്ട്, അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഡേഞ്ചേഴ്സ്, ആഫ്റ്റർ എഫക്ട്സ്, അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ബോധവാന്മാരാക്കുകയാണ്, അതിനെക്കുറിച്ചൊക്കെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് റൈറ്റർ ഇവിടെ. ദ മെസ്സേജ് ഈസ് ക്ലിയർ. ഇഫ് വി ഡിസ്ട്രോയ് നേച്ചർ വി ഡിസ്ട്രോയ് അവർ സെൽഫ്. അപ്പോൾ ഇതിൽ പറയുന്ന മെസ്സേജ് എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തന്നെ നാശത്തിന് ഇത് കാരണമാകും എന്നാണ് പറയുന്നത്. പേർപ്പസ് ഇൻ സൈലൻറ്റ് സ്പ്രിംഗ്. This fable is the opening chapter of her famous book Silent Spring in 1962. 1962 ഇറങ്ങിയ സൈലൻറ്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ബുക്കുണ്ട് ഇവരുടെ. അപ്പോൾ ആ ബുക്കിൻ്റെ ഒരു ഓപ്പണിംഗ് ചാപ്റ്ററാണ്, ഓപ്പണിംഗ് സെഷനാണ് ഇതെന്ന് പറയുന്നത്. It sets the tone for the whole book, which shows how human actions are threatening the environment. അപ്പോൾ ആ ബുക്കിൽ മൊത്തം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് മനുഷ്യരുടെ പ്രവർത്തികൾ എൻവയോൺമെൻറ്റിനെ ബാധിക്കുന്നത്, ഭീഷണിയായിട്ട് മാറുന്നത്. അപ്പോൾ അതിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്, അതിലേക്കുള്ള ഒരു ആമുഖമാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ഷോർട്ട്, ചുരുക്കത്തിൽ, റേച്ചൽ കാഴ്സൺ യൂസസ് the story of a happy town turning into a dead one to warn us about the dangers of pollution and chemical misuse. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റർ ഈ ഒരു കഥയിൽ എന്താ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം കഥയിൽ ഒരു ഹാപ്പി ടൗണിനെ കാണിക്കുന്നു. ആ ഹാപ്പി ടൗൺ പതുക്കെ എന്തായിട്ട് മാറുകയാണ്, ഒരു ഡെഡ് ആയിട്ടുള്ള ഒരു ടൗണായിട്ട് അത് മാറുകയാണ്. അപ്പോൾ അതൊരു വാർണിംഗ് ആണ്, നമുക്കുള്ളൊരു വാർണിംഗ് ആണ്. അതായത് നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ കെമിക്കൽ കാര്യങ്ങളൊക്കെ മിസ്യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ പരിസ്ഥിതിയിൽ ഉണ്ടാകും, ഒത്തിരി ഡേഞ്ചേഴ്സ് പരിസ്ഥിതിയിൽ ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പാണിത്. ഷീ ഏർജസ് പീപ്പിൾ ടു ലിവ് ഇൻ എ ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് പ്രൊട്ടക്ട് ദ എർത്ത് ഫോർ ദ ഫ്യൂച്ചർ. അപ്പോൾ ഈ ബുക്കിലൂടെയൊക്കെ അവർ ഉദ്ദേശിക്കുന്നത് കാര്യം ഇത്രയേ ഉള്ളൂ, മനുഷ്യർ പ്രകൃതിയെ മനസ്സിലാക്കി പ്രൊട്ടക്റ്റ് ചെയ്ത് ആ ഒരു ഹാർമണിയോട് കൂടിയിട്ട്, ആ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പരസ്പര സഹകരണത്തോടു കൂടി, സഹായത്തോടു കൂടി, ഡിപ്പെൻഡൻറ്റോടു കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ഒരു ഹാർമണി ഓഫ് ലൈഫ് മനുഷ്യന് പ്രകൃതിയുമായിട്ട് ഉണ്ടാക്കാൻ പറ്റണം, എന്നാലേ ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. സോ സ്റ്റുഡൻസ്, ഇൻ ഷോർട്ട്, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ, ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് സൈലൻറ്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന 1962 പബ്ലിഷ് ചെയ്തിട്ടുള്ള ആ ഒരു പുസ്തകത്തിൻ്റെ ഒരു ഓപ്പണിംഗ് സെക്ഷനാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ദ ചാപ്റ്റർ ബിഗിൻസ് വിത്ത് എ സ്റ്റോറി ഓഫ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ബ്യൂട്ടിഫുൾ അമേരിക്കൻ ടൗൺ. ഒരു അമേരിക്കൻ ടൗണിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനോട് കൂടിയിട്ട്, ആ ഒരു ടൗണിൻ്റെ വില്ലേജിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനോട് കൂടിയിട്ട് ചാപ്റ്റർ തുടങ്ങുന്നു. അപ്പോൾ അവിടെ നേച്ചർ, ഹ്യൂമൻ ബീയിങ്സ്, ആനിമൽസ് എല്ലാവരും ഒരു ഹാർമണിയോട് കൂടിയിട്ട് നല്ല രീതിയിൽ ബാലൻസ്ഡ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു പിക്ചർ വരച്ചു കാട്ടിക്കൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത് തന്നെ. പക്ഷേ പതുക്കെ അവിടെ ഒരു അസുഖങ്ങൾ വരികയാണ്, ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നതോടെ ഒത്തിരി, അതുപോലെ തന്നെ സൈലൻറ്റ് ബേർഡ്സ്, അതുപോലെ തന്നെ ലൈഫ്ലെസ് സ്ട്രീംസ്, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ, ഡിസോർഡർ അവിടെ സംഭവിക്കുകയാണ് ആ ഒരു പ്രകൃതിയിൽ, ആ ഒരു എൻവയോൺമെൻറ്റിൽ.
അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ പെസ്റ്റിസൈഡുകളാണ്, കെമിക്കൽ റിയാക്ഷനാണ്. അപ്പോൾ അത് വരുത്തി വയ്ക്കുന്ന ഒരു അനന്തരഫലം, അതല്ലെങ്കിൽ അത് മനുഷ്യന് ഇതൊക്കെ ഉപയോഗിക്കുന്നത് മൂലം, പെസ്റ്റിസൈഡ്സും കീടനാശിനികളൊക്കെ ഉപയോഗിക്കുന്നത് മൂലം പ്രകൃതിക്കുണ്ടാവുന്ന ആ ഒരു നാശം, ആ ഒരു അഡ്വേഴ്സ് എഫക്റ്റ്, അതിനെ നല്ല രീതിയിൽ, മനോഹരമായ രീതിയിൽ, ഈസിയായ രീതിയിൽ വരച്ച് കാണിക്കുന്ന ഒരു ചാപ്റ്ററാണ് എ ഫേബിൾ ഫോർ ടുമോറോ എന്ന് പറയുന്നത്. So students, I hope you understood. Anyway, by all, thank you.